ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് വിഷമിച്ച് വന്നത് കണ്ടിട്ട് തന്നെ വിഷമത്തോടു കൂടി തന്നെ കൺമണി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. സാറിന് എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷ് ആണെങ്കിൽ അവളോടായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ, നീ എൻ്റെ ഭാര്യയൊന്നല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും കൺമണിയും അതുപോലെ കൃഷും പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ട്. കാരണം അറിയാലോ, കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് കൃഷ്. അതിനുശേഷം തന്നെ സാറിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. സാറിന് സമാധാനപ്പെടുത്താൻ വന്നിട്ടുള്ള ഞാനൊരു വിഡ്ഢി തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്കൊന്നും ചെല്ലാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വന്നതാണ്, ഇനി വരില്ല നിങ്ങളുടെ അടുത്തേക്ക്. ഇങ്ങനത്തെയൊക്കെ ആൾക്കാർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. എന്ന് കൺമണി ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം കൃഷ്ണന് നല്ല ദേഷ്യം വന്ന് നിൽക്കുന്ന ടൈമാണ് കേട്ടോ അത്. അപ്പോഴത്തേനും ഇനി ഞാൻ ഒന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല, എന്തോ ചെയ്യും, എങ്ങനെയോ ചെയ്യും, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ട് കൃഷ് അവിടെ നിന്ന് പോകുന്നു. അതുപോലെ കൺമണിയും അവിടുത്തെ ഇത് മാറുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നെയും നമ്മുടെ ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലാണെങ്കിലോ അച്ഛനും അമ്മയും വരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് കല്യാണം അർപ്പിക്കാൻ പോയത് അറിഞ്ഞ് വിഷമിച്ചിട്ടിരിക്കുകയാണ്. അമ്മായിമാരെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മായിമാർ വരുന്ന സമയത്ത്, എന്താ ഗോകുലേ നീ മിണ്ടാണ്ടിരിക്കുന്നത്, എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പച്ചിമാരെ ഒരു കാര്യം അറിഞ്ഞോ, കാരണം അച്ഛനും അമ്മയും വരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പിക്കും. അപ്പം എവിടെയെന്ന് ചോദിക്കുകയാണ്. അവൾക്ക് കമ്പനിയിൽ എന്തോ ഒരു ജോലിയുണ്ട്, അവൾ ഇപ്പോഴൊന്നും വരില്ല, കുറച്ച് സമയം എടുക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് മുടക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ്, നിൻ്റെ അമ്മ ആ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഓഫറാണ് ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ, എന്താ വേണ്ടതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ഇനി എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം അമ്മായിമാർ പോണു. പിന്നീട് കൺമണിയെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത് ഗോകുൽ. അപ്പം എന്താ വൈകുന്നതെന്ന് പറയുമ്പോൾ, ഒന്നും പറയണ്ടടാ, കുറച്ച് വർക്കുണ്ടായിരുന്നു തീർത്ത് കൊടുക്കാനായിട്ട്, അത് തീർക്കാനായിട്ട് ഞാനിവിടെ നിൽക്കുവാണ്, കുറച്ച് വഴുകും, ഞാൻ എന്തായാലും അച്ഛനെ പോയിട്ട് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുന്നു. അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അപ്പയെന്ന് പറയുന്നു. അപ്പോഴത്തെ അച്ഛൻ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ്. പണിക്ക് പോയതാണെന്ന് തോന്നുമ്പോൾ അതിലൊരു വിഷമമാവുകയാണ്. പിന്നെ അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അച്ഛനും അമ്മയും ചെന്ന് വരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ. വരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അത് കല്യാണം തീയതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പയെന്ന് പറയുന്നു. എന്താഴ്ച ചെയ്യട്ടെ, ഞാൻ ഇനി ഇതിലൊന്നും പറയാനുമില്ല, അവരുടെ ഇഷ്ടം പോലെ, പിന്നത്തെ കാര്യം പിന്നെയല്ലടാ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പിന്നെ അപ്പയ്ക്ക് വിശക്കില്ലേ, വിശക്കുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എനിക്കെന്ത് വിശപ്പെടാം, വിശപ്പും ദാഹമൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, നീ ഫോൺ കട്ട് ചെയ്തോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും സാറിന് അന്ന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തതല്ലേ അപ്പയ്ക്ക് എന്തായാലും സാർ എന്നെ കൊണ്ടുവന്ന് തരുമെന്ന് പറയുന്നു. അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ എന്തായാലും പിന്നെ വിളിക്കടാ, കുറച്ച് വൈകിട്ടാണെങ്കിൽ ഞാൻ അവിടെ എത്തുമെന്ന് പറയുന്നു. അങ്ങനെ അച്ഛനെ വിളിക്കുന്ന സമയത്ത് തന്നെ പണിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ കൂലിയൊക്കെ കൊടുക്കുന്ന സമയത്ത് കൺമണിയെക്കുറിച്ച് സംസാരിക്കുന്നു. ചേട്ടൻ്റെ വിഷമങ്ങളെല്ലാം മാറും, കൺമണി ചേട്ടനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഏട്ടനെ വിളിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ഉണ്ട് മോളെ. അച്ഛനെന്താ എവിടെയെന്ന് പിന്നെ ചോദിക്കുമ്പോഴത്തേനും ഞാൻ അമ്പലത്തിൽ എന്താ വൈകുന്നേരം പൈസ കിട്ടുമോ, കൂലി കിട്ടുമോ അവിടെ നിൽക്കണേനെന്ന് ചോദിക്കട്ടോ. അപ്പോഴത്തേനും മോൾക്ക് മനസ്സിലായോ ഞാനിവിടെ ജോലിക്കാണ് വന്നതെന്നുള്ളത്. എന്താ അച്ഛനോട് പറഞ്ഞിട്ടില്ല, വീട്ടിലെ ജോലി പോലും അച്ഛന് ചെയ്യാൻ പറ്റില്ല, എന്നിട്ടാണ് പുറത്തൊരു ജോലിക്ക് പോയത്. അപ്പോൾ അതിന് അച്ഛന് വിഷമമാവുകയാണ്. കാരണം മോളെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടങ്ങളില്ലേ, ധനലക്ഷ്മി ആണെങ്കിൽ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ സമ്മതിക്കില്ല, അതിനേക്കാൾ നല്ലത് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ജോലിക്ക് പോകുന്നതല്ലേ മോളെ എന്ന് പറയുന്നു. അച്ഛന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു നേരത്തെ മരുന്ന് പോലും എടുത്ത് തരാനായിട്ട് വീട്ടിൽ ആരുമില്ല, അച്ഛനത് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ. മോളെ നിൻ്റെ കരുതലും സ്നേഹവും എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, പക്ഷെ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അതെനിക്കറിയാം, നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷത്തിന് ആൻറ്റിയമ്മയെ അതുപോലെ തന്നെ സുജാതയെ കാണിക്കുന്ന കേട്ടോ. ആൻറ്റിയമ്മ, എനിക്ക് എൻ്റെ കൃഷ്ണൻ എന്ന് പെട്ടെന്ന് തന്നെ കാണണം, എനിക്ക് വിഷമം വരുന്നു, അവനിപ്പോൾ എവിടെയാണെന്ന് അറിയാത്തതിൻ്റെ വിഷമമാണ്, കാരണം ഞാൻ അവനെ തിരഞ്ഞു പോകാൻ നിൽക്കുകയാണ്. സുജു നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങോട്ടെങ്കിലും പോകണം, എനിക്ക് അവനെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ സാഗർ വന്നിട്ട് ദേവ്ജി നിന്നെ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നു. സുജാത നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കൃഷ് അലികയിലുണ്ടെന്ന് പറയുന്നു.
അവൻ ഇങ്ങോട്ട് വരാൻ പറയായിരുന്നില്ലേ ദേവിജി എന്ന് പറയുന്നു. ഒരു ദിവസം അവൻ അവിടെ ഇരിക്കട്ടെ, എല്ലാ പ്രശ്നങ്ങളും അവൻ എന്നോട് പറഞ്ഞു, എല്ലാം തണുക്കട്ടെ, എന്നിട്ട് അവൻ വന്നോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഒരു സമാധാനമായി ചേച്ചിയമ്മേ, കാരണം അവൻ അവിടെ ഉണ്ടല്ലോ എന്നറിഞ്ഞൊരു സന്തോഷമാണ് എനിക്ക്. ഞാൻ ആകെ മനസ്സുരുക്കി നിൽക്കുമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചേച്ചിയമ്മ പറയുന്നുണ്ട്, അനിയൻകുട്ട ഞാൻ അവൻ്റെ മുന്നിൽ വെച്ച് നിന്നെ ചീത്ത പറയാതിരുന്നതാണ്, ഋഷിൻ്റെ മുന്നിൽ വെച്ച്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ, ആ ബലരാമനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം, നിന്നെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും അവന് നല്ലപോലെ അറിയാം, അവൻ്റെ ഫാമിലിയെക്കുറിച്ചോ അവനെക്കുറിച്ചോ എന്താ അറിയാം. അപ്പോൾ പറയുന്നുണ്ട്, BR ഡിസൈൻസിൻ്റെ ചെയർമാനാണ് ചേച്ചിയമ്മ അവൻ, അത് മാത്രമേ നിങ്ങൾക്കറിയൂ. അവൻ്റെ ഫാമിലിയെക്കുറിച്ചും അവൻ്റെ താമസം എവിടെയെക്കുറിച്ചും അവൻ്റെ രീതികളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താ അറിയാം. ഇതൊന്നും അറിയാതെ ഒരു മകനെ മൂത്ത മകൻ്റെ സ്ഥാനത്ത് വെച്ച് നിങ്ങൾ പൂജിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ചേച്ചിയമ്മ പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് സാഗറിനും അതുപോലെ തന്നെ സുജാതയ്ക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ അവനെ സ്നേഹിക്കുമോ എന്താ ചെയ്തോ, ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല, പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ അവനോടൊരു സ്നേഹം കാണിക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കേട്ടോടുകൂടി സുജാതയ്ക്കും അതുപോലെ തന്നെ സാഗറിനും എന്തോ ഒരു സംശയം തോന്നുന്നത് പോലെ നിൽക്കാട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം തന്നെ പിന്നെയും അലികയിലാണ് കാണിക്കുന്നത്. കൺമണി കണ്ടിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി ഇതുവരെ പോയില്ലേ എന്ന് പറയുന്നു. എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ടെന്ന് പറയുന്നു. എന്നോടുള്ള ദേഷ്യം കാരണമാണോ ഈ വർക്ക് ഫുള്ള് തീർക്കാനായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൺമണി, ഞാനത് പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് പറയുന്നു. സാറിന് ഓരോ സമയത്ത് ഓരോ തോന്നലാണ് എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീട് കൺമണി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല, ഇപ്പോൾ ക്യാൻറ്റീൻ അടയ്ക്കും എന്ന് പറയുന്നു. ഞാൻ എന്തായാലും ഈ ഫുഡ് കൺമണിക്ക് തരാമെന്ന് പറയുന്നു. സാർ എന്നെ ഊട്ടാൻ സാറിൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ ഞാനെന്ന് തിരിച്ച് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്താ കൺമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യകതയൊന്നും ഇല്ലയെന്ന് പറയുന്നു. ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണോ അങ്ങനെ? സാറിൻ്റെ രീതികൾ പല രീതിയിലും ഓരോ സമയത്ത് വ്യത്യസ്ത സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാ സാർ? എൻ്റെ സ്വഭാവം ഒരേപോലെ തന്നെയാണ് എപ്പോഴും, അതുകൊണ്ട് സാർ പേടിക്കേണ്ട എന്ന് പറയുന്നു. എനിക്ക് ഭക്ഷണം വേണ്ട, ഒരുപാട് പട്ടിണി കടന്നിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പോലെ കൺമണി എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. സാർ എൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കരുതെന്ന്, വലിയ MD ഒക്കെ ആണെന്ന് ശരി, പക്ഷേ എൻ്റെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ വിവരം അറിയുമെന്ന് പറയുന്നു കേട്ടോ. ഇല്ല ഞാനത് വെറുതെ, പിന്നെ ഈ ഭക്ഷണം കഴിക്കുക കൺമണി, പകുതി കഴിച്ചു, അല്ലെങ്കിൽ ഞാനിതോടെ വെച്ചിട്ട് പോകാം, കൺമണി കഴിച്ചോളൂ എന്ന് പറയുന്നു. എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കൺമണിയെ കൈ കയറിയിട്ട് മണത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്ത് സാർ ഈ കാണിക്കുന്നത് പറയുമ്പോഴത്തേനും, അല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ, എനിക്കിപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നു. സാർ ഒന്നും പറയാൻ നിൽക്കണ്ട സാർ, സാറിൻ്റെ പണിക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്യുന്നത്. എന്നാൽ വേണ്ട, ഇനി ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടോ എന്ന് പറയുന്നു. എൻ്റെ പട്ടി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കൺമണി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മായിമാരും അച്ഛനും അതുപോലെ ഗോകുലൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അലികയിൽ കൺമണിക്ക് എന്തൊക്കെ ജോലിയാണ് ഇത്രയും സമയം വഴുകുന്നതെന്ന് പറയുന്നു. മാനസ മേഡം വന്നതല്ലേ, കുറച്ച് ജോലിയൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾ വരാൻ വൈകുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ധനലക്ഷ്മി കൺമണിയെ വിളിച്ചുകൊണ്ട് വരികട്ടോ ചെയ്യുന്നത്. എവിടെയാണ് അവൾ കൺമണി? പിന്നെ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച പോലെ കരുണുമായിട്ടുള്ള കല്യാണ തീയതി ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, നമ്മളന്ന് നിശ്ചയം കഴിച്ചതല്ലേ എന്ന് പറയുന്നു. അപ്പോഴത്തേന് അമ്മായിമാർ പറയുന്നു, ഏത് നമ്മൾ, നീ മാത്രമല്ല അന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്, ഞങ്ങൾക്കൊരിക്കലും ആ സൈക്കോ വരുണിനെ കൊണ്ട് കൺമണിയെ കല്യാണം കഴിപ്പിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ആ പൂതിയൊക്കെ മനസ്സിലിരിക്കട്ടെ എന്ന് പറയുന്നു. എവിടെ അവൾ കൺമണി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേനും ഗോകുൽ പറയുന്നുണ്ട്, അപ്പോൾ ഓഫീസിലാണ് അമ്മയെ വന്നിട്ടില്ല. ഇപ്പം നൈറ്റും ഡ്യൂട്ടി തുടങ്ങിയോ, എന്തായാലും കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞ് കഴിയാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് വിശേഷം ഇത്രയേ ഉള്ളൂ.